ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിനി. എൻ്റെ ചാനലിൻ്റെ പേര് ജിനീസ് ടേസ്റ്റി കിച്ചൺ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇത്രയും നാൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മുമ്പോട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റിയിലുള്ള നല്ല ഹെൽത്തി ആയ ഒരു ദോശയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ ഇവിടെ എൻ്റെ പറമ്പിൽ നിന്നും കുറച്ച് ഇലകൾ പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മുരിങ്ങയിലയും കുറച്ച് ചീരയുടെ ഇലയും അങ്ങനെ കുറച്ച് കറിവേപ്പിലയും എല്ലാം പറിച്ചെടുത്തിട്ട് അത് വെച്ചിട്ടാണ് അത് അരച്ച് അങ്ങനെയാണ് ഞാൻ ഒരു ദോശ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഈ ഹെൽത്തി ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് 200 ഗ്രാം കടലപ്പരിപ്പ്. കടല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ തൊലിയോട് കൂടി എടുക്കുന്നതും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ എടുക്കുന്ന അരി, അതും 200 ഗ്രാം. അതുപോലെ തന്നെ ഉഴുന്ന് 200 ഗ്രാം. പിന്നെ നമ്മുടെ ചെറുപയർ, അതും 200 ഗ്രാം. നമ്മുടെ വൻപയർ, അതും 200 ഗ്രാം. ഇങ്ങനെ ഈ എല്ലാ പയറുകളും ഈ പരിപ്പ് വർഗ്ഗങ്ങളും കൂടെ കൂട്ടി ചേർത്താണ് ഈ ദോശ തയ്യാറാക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇലകളും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഈ പയറും എല്ലാം അരിയും ഉഴുന്നും എല്ലാം കൂടെ കൂടി എടുത്ത് 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. നമുക്ക് ഒന്ന് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. നമ്മൾ ദോശയ്ക്കും ഇഡലിക്കൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ ഇച്ചിരി കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒത്തിരി വെള്ളമാക്കരുത്. അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് 8 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അരച്ചെടുത്തിരിക്കുന്ന മാവാണ്. ഇത് കണ്ടോ, നല്ല കട്ടിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 8 മണിക്കൂറത്തേക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഇന്നലെ അരച്ച് വെച്ചിരുന്ന മാവ് നല്ലതായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ഹാൻഡ്ഫുൾ മുരിങ്ങയില. നല്ല ഫ്രഷ് മുരിങ്ങയിലയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നേക്കുവാണ്. പിന്നെ 1 ഹാൻഡ്ഫുൾ ചീരയുടെ ഇല, അല്ലെങ്കിൽ സ്പീനച്ച് ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായത് ഒരു 4 കുഞ്ഞുള്ളി, ചുമന്ന ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പരിപ്പ് വർഗ്ഗങ്ങളുടെ അകത്തെല്ലാം ഗ്യാസ് ഉള്ളവരൊക്കെ കാണും കഴിക്കുമ്പോൾ. അതിനായിട്ടാണ് ഞാൻ ഈ വെളുത്തുള്ളിയും കൂടെ ചേർത്തരയ്ക്കുന്നത്. പിന്നെ അതിലേക്കൊരു 3-4 ഇല മിൻറ്റിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഹാൻഡ്ഫുൾ എടുക്കാം വേണ്ടിയവർക്ക്. പക്ഷേ എനിക്ക് അത്ര കുഞ്ഞുങ്ങൾക്കൊന്നും അത്ര ടേസ്റ്റ് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അത്ര എടുത്തിട്ടില്ല. അതുപോലെ തന്നെ വീട്ടിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ ഉപ്പ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഈ ഇലയെല്ലാം ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഇതാ ഞാൻ അതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം. ഞാനിവിടെ ഈ ദോശ ഒന്ന് ചുട്ടെടുക്കാൻ പോകണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് കോരി ഒഴിച്ച് എടുക്കുകയാണ്. നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് ഉണ്ടാക്കുമ്പോൾ തീ കുറച്ച് വേണം ഒന്ന് മാവ് പരത്തി കൊടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ കല്ലിലൊക്കെ പറ്റി പിടിക്കും. അങ്ങനെ നമുക്ക് ഈ ദോശ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാൻ ഈ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണ്.
ഈ ദോശ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ദോശകളും ചുട്ടെടുക്കാം. ഇവിടെ നമ്മുടെ അടിപൊളി ഹെൽത്തിയായ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.